ട്രംപുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഗ്രീൻലാൻഡിൽ കണ്ണു നട്ടിരിക്കുകയാണ് ട്രംപ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപിൽ കണ്ണും നട്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈന്യത്തെ ഉപയോഗിച്ച് ഗ്രീൻലാൻഡ് ബലമായി പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗ്രീൻലാൻഡിൽ തങ്ങൾ ചിലതൊക്കെ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യയോ ചൈനയോ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് തടയാനാണ് തന്റെ നീക്കം എന്നതാണ് ട്രംപിന്റെ ന്യായീകരണം. അപ്പോൾ ഓരോ രാഷ്ട്രത്തിനുമെതിരെ നീങ്ങാൻ ഓരോരോ കാരണങ്ങൾ ട്രംപ് കണ്ടുപിടിക്കും. അത് കാരണമാക്കിക്കൊണ്ട് താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യും. അതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്രീൻലാൻഡിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണങ്ങൾ ഇതൊക്കെയാണ്. വേണമെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് കൈക്കലാക്കും. ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. സമാധാനപരമായ ചർച്ചകൾ നടന്നില്ല എങ്കിൽ കടുത്ത നടപടികളിലൂടെ ലക്ഷ്യം കാണുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ട്രംപിന്റെ ന്യായങ്ങൾ എന്ന് നോക്കിയാൽ, റഷ്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ സൈനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണ് എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നല്ല രീതിയിലായാലും അല്ലെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലായാലും നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് തന്നെ ട്രംപ് പറയുന്നു. ഡെൻമാർക്കിന്റെ തീരങ്ങളിലെ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കാരണം ഈ ആർട്ടിക് പ്രദേശം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നതാണ് ട്രംപിന്റെ വാദം. ദേശീയ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനുള്ള കാരണങ്ങളായി ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. ഈ ആർട്ടിക് മേഖലയ്ക്കായുള്ള പോരാട്ടം എന്തായാലും വർദ്ധിച്ചു വരികയാണ്. ആ സാഹചര്യത്തിലാണ് ട്രംപ് ഈ രീതിയിൽ കാര്യങ്ങളെ നീക്കുന്നത്. മേഖലയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും കാനഡയ്ക്കും ഒക്കെ അവരവരുടേതായ താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇതാണോ ട്രംപിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ? ട്രംപ് പറയുന്നതല്ല ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. യഥാർത്ഥ കാരണം എന്തൊക്കെയാണ്? അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിൽ തന്ത്രപരമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതാണ് ഗ്രീൻലാൻഡിന്റെ പ്രാധാന്യം. കോടികൾ എന്ന് വെച്ചാൽ കോടാനുകോടികൾ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ ഭൗമ സമ്പത്ത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് ട്രംപിനെ ആകർഷിക്കുന്ന കാരണം. ഗ്രീൻലാൻഡിന്റെ മഞ്ഞുമൂടിയ ഭൂമിക്കടിയിലുള്ള ധാതു സമ്പത്താണ് ശ്രദ്ധാകേന്ദ്രം. രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ഇതിലേക്ക് കൂടി കണ്ണുവെച്ചുകൊണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. അപൂർവ ഭൗമ മൂലകങ്ങൾക്കും ഹരിതോർജ സാങ്കേതിക വിദ്യകൾക്കായി ഉപയോഗിക്കുന്ന നിർണായക ധാതുക്കളും വലിയ തോതിലുള്ള ഫോസിൽ ഇന്ധന ശേഖരവുമാണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേകത. സ്വർണം, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ വിലയേറിയ ലോഹങ്ങൾ, എണ്ണ, വാതക വിഭവങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. ഗ്രീൻലാൻഡിന്റെ 3 അപൂർവ ഭൂമി നിക്ഷേപങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ 10 നിക്ഷേപങ്ങളിൽ ഒന്നാകാമെന്ന് ഈ മേഖലയിലെ ധാതുക്കളുടെ ഭൂപടം തയ്യാറാക്കിയ ജിയോളജിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക് ആൻഡ് ഗ്രീൻലാൻഡിന്റെ സാമ്പത്തിക ജിയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമായി നിലനിർത്തുന്നതാണ് നിർണായക ധാതുക്കൾ. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററി മുതൽ കാറ്റാടി യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ വരെയുള്ളവയ്ക്ക് നിർണായക ധാതുക്കൾ ആവശ്യമാണ്. ഇതിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങളെല്ലാം. അത് പാക് ബന്ധത്തിലാകട്ടെ, റഷ്യ യുക്രൈൻ പ്രശ്നപരിഹാരത്തിന് ഇടപെടുമ്പോഴാകട്ടെ, ഏറ്റവും ഒടുവിൽ വെനസ്വേലയിൽ നടത്തിയ കടന്നുകയറ്റത്തിൽ വരെ എന്തൊക്കെയാണ് ട്രംപിന്റെ താല്പര്യങ്ങൾ എന്നത് നമ്മൾ കണ്ടതാണ്. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലും ട്രംപിനെ നയിക്കുന്നത് ഈ ധാതു സമ്പത്ത് തന്നെയാണ് എന്നത് വളരെ വ്യക്തം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈന്യത്തെ ഉപയോഗിക്കും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സംഘർഷം രൂക്ഷമാകുമോ എന്നതാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അമേരിക്ക സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന തലത്തിൽ വരെ കാര്യങ്ങൾ എത്തിയതോടെ ഗ്രീൻലാൻഡും ഡെൻമാർക്കും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു. 500 വർഷങ്ങൾക്ക് മുൻപ് അവർ അവിടെ ഒരു ബോട്ട് ഇറക്കിയെന്നതുകൊണ്ട് അവർക്ക് ആ ഭൂമി സ്വന്തമാകില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. ഗ്രീൻലാൻഡിലെ താമസക്കാർക്ക് പണം നൽകിക്കൊണ്ട് ഡെൻമാർക്കിൽ നിന്ന് വേർപെട്ട് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് വരെ ട്രംപ് ആലോചിക്കുന്നുണ്ട്. അതിനായി പൈസയാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും $10,000 $1,00,000 ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ഒഴിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാണ് ട്രംപിന്റെ രീതി എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ആവശ്യമെങ്കിൽ ഗ്രീൻലാൻഡ് ബലമായി ഏറ്റെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഡെൻമാർക്കിന്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ
ഉത്തരവുകൾക്ക് കാത്തു നിൽക്കാതെ തന്നെ സൈനിക നടപടി തുടങ്ങുമെന്നാണ് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചത്. ഗ്രീൻലൻഡിന് മേലുള്ള ഏതൊരു US ആക്രമണവും നാറ്റോ സഖ്യത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ സ്ഥാപിതമായ സുരക്ഷയുടെയും അവസാനമായിരിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൺ പറഞ്ഞു. അമേരിക്ക ഗ്രീൻലൻഡ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും അതിനായുള്ള സൈനിക നടപടികളും ആലോചിക്കുന്നതിനിടെയാണ് ഈ മുന്നറിയിപ്പ് ഡെൻമാർക്ക് നൽകുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് ഇതൊക്കെ കേട്ട് പിന്മാറുമോന്നൊന്നും നമുക്കറിയില്ല. ഡെൻമാർക്കിലെ അമേരിക്കൻ താൽപര്യങ്ങളോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും സൈനിക നടപടി എന്നതുൾപ്പെടെയുള്ള ട്രംപിന്റെ നീക്കങ്ങളോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വെനസ്വേലയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ഗ്രീൻലാൻഡിലും സൈനിക നീക്കമെന്ന ഭീഷണി മുഴക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കോ ഓരോ രാജ്യങ്ങളുടെയും സ്വതന്ത്ര പരമാധികാരത്തിനോ വില നൽകാതെയുള്ള ട്രംപിന്റെ ഈ നീക്കങ്ങൾ ലോക സമാധാനത്തിന് തന്നെ വൻ ഭീഷണിയാണ്. നമ്മളുടെ നേരം വൈകുന്നേരത്തിലെ 5 ഫോക്കസ് വാർത്തകളാണ് നമ്മൾ കണ്ടത്.